ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാല്ലേ? ശരിക്കൊന്നും വിട്ട് പറയണില്ല. അങ്ങനെ പറയുന്നത് കാര്യം ഞങ്ങൾ ക്യാമറയുടെ പിന്നിലാണ് ഇത്രയും നാൾ ഉണ്ടായിട്ടുള്ളത്. എണ്ണ ചൊണ്ട മുടി പോയി. നമുക്ക് തുടങ്ങല്ലേ? അതെ, ഇതിനെ കുറിച്ച് പല കാര്യങ്ങളൊക്കെ അറിയൂ. ഒന്നും അറിയില്ല. അപ്പൊ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ചെയ്യണത്. കളയാണ്ട് കുഴപ്പമൊന്നുമില്ല. സെറ്റാണ് കാര്യങ്ങൾ. അപ്പോൾ ഞങ്ങൾ ആയിട്ടുള്ള സംഭവം വേറെ കാലം എന്നിട്ട് അതിനെ പറയാ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ കുറിച്ച് പറയാനും ഞാൻ പറയാൻ വന്നത്. പക്ഷെ തുടക്കത്തിൽ തന്നെ വന്നപ്പോൾ ആ സാധനം കിട്ടാണ്ടായി. പിന്നെ അതിനെ മാറ്റി മറിക്കണമെന്ന് വെച്ചിട്ടാണ് ഞാൻ അറിയുന്നത്. അപ്പം ആ സാധനം എന്താ ആധികാരികമായിട്ട് പറയാനായിട്ടൊന്നും അറിയില്ല. എന്നാലും ഞങ്ങൾ ആ ഒരു ഇത് ട്രെയിലർ ഞങ്ങൾക്ക് ഇങ്ങനൊരു ഇത് റിയാക്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം തോന്നി വഴിക്കാൻ ഞങ്ങൾ കാര്യം ചെയ്യാണ്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ ഞങ്ങളൊന്ന് തുടങ്ങല്ലോ. നമുക്ക് തുടങ്ങാം. യെസ്, ഹെഡ്ഫോൺസ് തൽക്കാലം ഹെഡ്ഫോണില്ല, സ്പീക്കറിൽ ഞങ്ങളൊരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി വന്നു. ഞങ്ങളുടെ കുടുംബം ശിഥിലമാക്കാൻ കെട്ടുള്ളൊരു അതിഥി. ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന ഉറപ്പോടെ എന്നേക്കുമായി ആ അതിഥിയെ ഞങ്ങൾ മടക്കി അയച്ചു. It's like a case that is closed, but will never close. സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്. ജനിച്ചപ്പം മുതൽ തുടങ്ങിയതാണ് എന്റെ ഈ യുദ്ധം. സ്വന്തമെന്ന് പറയാൻ ആരുമില്ലായിരുന്നു. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഞാൻ സ്വന്തമാക്കിയതാണ് എന്റെ കുടുംബം. അത് തകരുമെന്നൊരു ഘട്ടം വന്നപ്പോ മുന്നും പിന്നും ചിന്തിക്കാതെ പ്രവർത്തിച്ചു പോയി. അതിനിടയിൽ ആരൊക്കെ വേദനിക്കുന്നെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. ഇപ്പൊ പേടിയാ സാറേ. ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഇരുപത്തൊന്നാം തീയതി അന്നല്ലേ ലാലേട്ടൻ്റെ ബർത്ത്ഡേ? മെയ്. അതെ അതെ അതെ. ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാല്ലേ? ജോസഫിന്റെ ആയതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് എന്തൊട്ടൊക്കെയാണ് അതിന്റെ ഉള്ളിൽ വിചാരിച്ചു കൂട്ടിയിരിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ആളുടെ ട്രെയിലറുകളുടെ ഏറ്റവും വലിയ പറഞ്ഞാൽ അത്രയും സിമ്പിളായിരിക്കും. ഭയങ്കരമായിട്ട് സിമ്പിളായിട്ട് ആൾ കൊണ്ടുവന്നിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ആള് നമ്മളങ്ങോട്ട് കൊണ്ടുപോകും. അതാണ് ഈ ദൃശ്യം. 1ഉം 2ഉം അങ്ങനെ തന്നെ കൊണ്ടിട്ട്. പക്ഷെ 3 എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ഇത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണില്ല. കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഇതൊരു മറ്റേ തന്നെ കുറ്റസമ്മതം എന്നുള്ളൊരു കോൺസെപ്റ്റ് പോലുള്ളൊരു ഇതാണ് ഇതിലേക്ക് വരുന്നത്. പക്ഷെ അത് പറയാൻ പറ്റില്ല കേട്ടോ. ചിലപ്പോ എന്തായിരിക്കും ശരിക്കൊന്നും വിട്ട് പറയണില്ല. എന്താ സംഭവം കഥ ചെറിയൊരു ഹിന്റ് പോലും തരുന്നില്ല. ശരിക്കും നിനക്ക് തോന്നിയേ പെട്ടെന്ന് ചോദിച്ചപ്പോഴും ഷോട്ട് നന്നായിട്ടുണ്ട്. ആ പള്ളിയിലത്തെ ഷോട്ട് അത് നല്ല രസമായിട്ട് തന്നിട്ടുണ്ട്. ഫസ്റ്റും ഇതും ആയിട്ട് വരുമ്പോ പിന്നെ ഇതില് നീ കളർ പ്ലേറ്റ് ശ്രദ്ധിച്ച ഒരു സിയാൻ ടോൺ ഭയങ്കരമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഞാൻ ഇപ്പൊ ഈ ഒരു ദൃശ്യം 3യുടെ ഇത് കണ്ട ടൈറ്റിലിന്റെ ഈ കളറ് തന്നെയാണ് ഫുൾ എല്ലാത്തിലേക്കും എല്ലാ ഷോട്ടുകളിലേക്കും ആ ഒരു ടച്ച് വന്നിട്ടുണ്ട്. ബ്ലൂ ബാക്കിലേക്ക് ഫുള്ളായിട്ടുള്ള കണ്ട ഒരു ബ്ലൂ ഷെയ്ഡ് ഫുള്ള് വന്നിട്ടുണ്ട്. ഫുള്ളായിട്ടുള്ളൊരു പിന്നെ ബിജിഎം ആയാലും ലൈക്ക് ടൈറ്റിൽ ബിജിഎം കൊള്ളാം. ബിജിഎം ആരും വർക്ക് ചെയ്തേക്കണെങ്കില് സിനിമോഗ്രാഫി, സൗണ്ട് ഡിസൈൻ സിനോയ് ജോസഫ്, മ്യൂസിക് അനിൽ ജോൺസൺ, അഷ്റഫ് ഫൈബ്, സുധീഷ് രാമചന്ദ്രൻ, VFX ടോണി,
അറിയോ ടോണി അറിയോ? അങ്ങനെ പറയുന്നത് നീ ഒരു VFX artist ആണ്. അറിയാത്തത് ഞാൻ പറയുന്നത് ഒരു പ്രത്യേകത എനിക്കതിൽ ഫീൽ ചെയ്തു. ഞാൻ ടോൺ അതിൻ്റെ ശ്രദ്ധിച്ചു ഞാൻ എന്തായാലും ഇതായിട്ടുള്ളത്. പിന്നെ പടം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് 21st തന്നെ മാക്സിമം 21st പോയി കാണാൻ നോക്കാം. ഇല്ലെങ്കിൽ തന്നെ നമുക്ക് എപ്പോഴാச்சுം പോയി കണ്ടിട്ട് നമുക്ക് നമ്മുടെ ഇത് പറയാം നോക്കിയിട്ട്. അപ്പോൾ അതിൻ്റെ പേരില്ല. അപ്പോ മെയ് 21 തിയേറ്ററിൽ പോയി കാണാം എല്ലാവരും. ഞങ്ങൾ എന്തായാലും മാക്സിമം പറ്റുകയാണെങ്കിൽ ഇതാക്കും. വർക്ക് ഉണ്ടെങ്കിൽ മാത്രം പോകാൻ പറ്റില്ല. ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ റിവ്യൂ കൊടുക്കും. കണ്ടിട്ട് ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ എങ്ങനെയും കണ്ടിട്ട് ഇല്ല. അപ്പൊ ഞങ്ങൾ എന്തായാലും 21st ഇത് കണ്ടിട്ട് നമുക്ക് അതിന്റെ ഇത് കൊടുക്കാം, റിവ്യൂ പറയാം നമുക്ക് എങ്ങനെയാന്നുള്ളത്. പതുക്കെ ശരിയാവുന്നുള്ളൂ. ബാക്കി പറയത്തിലും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് പരിപാടിയാണ്. നമ്മൾ ആദ്യമായിട്ട് കയറിയത് കാര്യം ഞങ്ങൾ ക്യാമറയുടെ പിന്നിലാണ് ഇത്രയും നാൾ ഉണ്ടായിട്ടുള്ളത്. ഫസ്റ്റ് ടൈമാണ് ക്യാമറ മുന്നിലേക്ക് വന്നിട്ടുള്ളതുകൊണ്ടുള്ള അതിൻ്റെതായിട്ടുള്ള ഇവൻ എപ്പോഴും ക്യാമറ എണ്ണ ചൊണ്ടി മുടി പോയി. അതുകൊണ്ട് ഗായ്സ് ഇവൻ നമ്മുടെ ഈ സിനിമ നടൻ എണ്ണ വെച്ചുകൊണ്ടാണ് അവന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇത് കിട്ടാത്തതും. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം. നമ്മൾ ആർക്കും നിങ്ങളുടെ ഗേൾസ് ഫാൻസ് ഒന്നും ഇത് ഇതാക്കരുത്. ചെക്കൻ എണ്ണ വെച്ചിട്ടുണ്ട്, ഹെയർ കെയറിലാണ്. ഓക്കെ അപ്പോ ബൈ.